ക്ഷണം സ്വീകരിച്ചത് ആകുമ്പോൾ അവിടെ രാഹുലിന്റെ അയോഗ്യതയും ചർച്ചയാകുമെന്ന് അറിയാത്ത കാര്യമല്ല അല്ലേ? ആണല്ലോ, അങ്ങനെയാണല്ലോ അല്ലെ? അതും കൂടെ അദ്ദേഹത്തിന് അറിയാം. അതായിരിക്കും ഏറ്റവും കൂടുതൽ ചർച്ചയാകുക. കോൺഗ്രസിനെ വീണ്ടും മുറിവേൽപ്പിക്കുക, എങ്ങനെയെങ്കിലും ഒന്ന് പുറത്താക്കി കിട്ടുക, ഇതാണ് ഞാൻ പറഞ്ഞത്. സിബി താങ്കളുടെ അഭിപ്രായം എന്താണ് ഇക്കാര്യത്തിൽ? മഞ്ജുഷ, എനിക്ക് ആദ്യം ശ്രീ ഷാബു പ്രസാദ് പറഞ്ഞ ഒരു പോയിന്റിനുള്ള ഒരു ചെറിയ മറുപടിയാണ്. അദ്ദേഹത്തിന് ജനാധിപത്യത്തിനെ കുറിച്ചും അവിടുത്തെ കീഴ്വഴക്കങ്ങളെ കുറിച്ചും പ്രത്യേകിച്ച് യാതൊരു ധാരണയും ഇല്ലാത്തതുപോലെ, അദ്ദേഹത്തിന് ഇല്ലാഞ്ഞിട്ടായിരിക്കില്ല, പക്ഷെ ഈ പറഞ്ഞതുപോലെ ബ്ലൈൻഡായിട്ട് ന്യായീകരിക്കാൻ വേണ്ടി പറഞ്ഞതായിരിക്കും. പക്ഷെ സാധാരണഗതിയിൽ വലിയ പുറത്തുനിന്നുള്ള വലിയ മിഷൻസ്, വലിയ ഡിപ്ലോമാറ്റിക് മിഷൻസ് ഒക്കെ വരുമ്പോൾ ഒരു ജനാധിപത്യ സമ്പ്രദായം അനുസരിച്ച് അവിടുത്തെ ഭരണാധികാരിയും അവിടുത്തെ പ്രതിപക്ഷ നേതാവും അടക്കമുള്ളവരെല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. കാരണം ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ രാഷ്ട്രമാണ്. ഇന്ത്യയുടെ സർക്കാർ എന്ന് പറയുന്നത് ഈ പ്രധാനമന്ത്രിയും മന്ത്രിമാരും മാത്രം അടങ്ങുന്ന ഒരു സംഗതിയല്ല. ഇന്ത്യയുടെ പാർലമെന്റ് അല്ലെങ്കിൽ ഇന്ത്യയുടെ ജനാധിപത്യ സംവിധാനം എന്ന് പറയുന്നത് പ്രതിപക്ഷം കൂടി അടങ്ങുന്ന ഒന്നാണ്. അപ്പൊ ഇതുപോലുള്ള വലിയ മിഷനുകളിലെല്ലാം സാധാരണഗതിയിലുള്ള എന്റെ അറിവനുസരിച്ചുള്ള ഒരു കീഴ്വഴക്കം എന്ന് പറയുന്നത് പ്രതിപക്ഷ നേതാവിനെ കൂടി വിളിക്കുക, അല്ലെങ്കിൽ പ്രതിപക്ഷത്തുള്ള പ്രധാനപ്പെട്ട ആൾക്കാരെ ക്ഷണിക്കുക. കാരണം ഇന്ത്യ എന്നത് ഒരൊറ്റ രാജ്യമായിട്ട് അവിടെ മുന്നോട്ട് വെക്കുക എന്നുള്ളതാണ്. അല്ല ഇന്ത്യയിലെ ഭരണപക്ഷം എന്ന നിലയിൽ ഒന്നും, ഇന്ത്യയുടെ പ്രതിപക്ഷം എന്ന നിലയിൽ വേറൊന്നും എന്ന നിലയിൽ വെക്കേണ്ട ഒരു അവസ്ഥ ഉള്ള രാജ്യമല്ല ഇന്ത്യ. അങ്ങനെ ആകരുത്. പക്ഷെ സിബി, അവിടെ ക്ഷണിക്കപ്പെടുന്ന ചടങ്ങുകളിലേക്ക് അദ്ദേഹം വരുന്നില്ല. ക്ഷണിക്കപ്പെടാത്തിടത്ത് എന്നെ ക്ഷണിച്ചില്ലല്ലോ എന്നും പറയുന്നു. ഇതാണ് ഒരു വൈരുദ്ധ്യമായിട്ട് വരുന്നത്. നമ്മൾ ഇന്റേണലായിട്ട് നടക്കുന്ന ചില ചടങ്ങുകളിൽ അവരുടെ പ്രതിഷേധം അറിയിക്കാൻ വിട്ടുനിൽക്കുന്ന, അതും ജനാധിപത്യമാണ്. നമുക്ക് വിട്ടുനിൽക്കാനുള്ള സ്വാതന്ത്ര്യം ജനാധിപത്യമാണ്. പക്ഷേ ഗവൺമെന്റ് ക്ഷണിക്കേണ്ട സ്ഥലത്ത് ക്ഷണിക്കേണ്ടത് ഗവൺമെന്റ് ഉത്തരവാദിത്വമാണ്. അപ്പൊ നിങ്ങൾക്കൊരു കഴിഞ്ഞ തവണ വിളിച്ചപ്പോൾ വന്നില്ല, അതുകൊണ്ട് ഇത്തവണ ഞങ്ങൾക്ക് വിളിക്കുന്നില്ല എന്നൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ കൃത്യമായ കീഴ്വഴക്കങ്ങളുള്ള സംഗതിയാണ്. അപ്പൊ ആ ഒരു സംഗതി പാലിക്കുക എന്ന് പറയുന്നത് ബേസിക്കായിട്ട് നമ്മൾ ഉൾക്കൊള്ളുന്ന ഒരു ജനാധിപത്യ സംവിധാനമാണ്. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ കാര്യത്തിലേക്ക് കിടക്കാം. അതായത് ഗോപകുമാർ സാർ ഇപ്പൊ പറഞ്ഞു രാഹുൽ ഗാന്ധി പുറത്തു പോയിട്ട് മറ്റ് ഇന്ത്യയെ വിമർശിക്കുന്നു എന്നൊക്കെ. സത്യത്തിൽ ഇത് തുടങ്ങി വെച്ചത് ആരാണെന്ന് അറിയാമോ? സാറിന് ചിലപ്പോൾ ഓർമ്മ കാണും, അന്ന് സാറ് 2014 നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രി ആയപ്പോ അന്ന് അമേരിക്കൻ സന്ദർശന വേളയിൽ നെഹ്റുവിനെ അതിമാരകമായി അമേരിക്കയുടെ മണ്ണിൽ നിന്ന് വിമർശിച്ചുകൊണ്ട് ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങൾ പുറത്തിട്ട് അലക്കുന്ന പതിവ് തുടങ്ങി വെച്ചത് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയാണ്. അദ്ദേഹത്തിന് സംശയം ഉണ്ടെങ്കിൽ ജസ്റ്റ് നമുക്ക് മുൻകാലങ്ങളിലെ പത്രങ്ങൾ എടുത്ത് നോക്കിയാൽ മതി. നെഹ്റു വിമർശനം തുടങ്ങി വെച്ചത്, ഇന്ത്യയിൽ നിന്ന് കടന്നു പോകുന്ന ഒരുപാട് പ്രതിസന്ധിക്ക് കാരണം നെഹ്റു ആണ് എന്ന് തുടങ്ങുന്ന വിമർശനം ശ്രീ നരേന്ദ്രമോദി തുടങ്ങി വെച്ചത് അമേരിക്കയുടെ മണ്ണിൽ നിന്നാണ്. അപ്പൊ അദ്ദേഹമാണ് അത് അന്ന് വരെ ഉണ്ടായിരുന്ന എല്ലാ നയങ്ങൾക്ക് വിരുദ്ധമായിട്ട്, അന്ന് വരെയുള്ള നയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള ഇന്ത്യൻ മുൻ ഭരണാധികാരികളെ ഇന്ത്യയുടെ മണ്ണിന് പുറത്തുപോയി വിമർശിക്കുന്ന ഒരു പതിവ്, ഒരു കീഴ്വഴക്കം ഉണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെ ആദ്യമായിട്ട് അത് ലംഘിച്ചത് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ശ്രീ നരേന്ദ്രമോദി ആദ്യമായി പ്രധാനമന്ത്രി സ്ഥാനം ഏറ്റെടുത്ത അതേ വർഷമാണ്. അപ്പൊ അതുകൊണ്ട് അതിനുശേഷം നടന്ന എല്ലാ കാര്യങ്ങളും തുടങ്ങി വെച്ചത് അദ്ദേഹമാണ്. ഓക്കെ, ഇനി നമുക്ക് തരൂരിലേക്ക് വരാം. അതായത് തരൂരിന്റെ ഒരു പോസ്റ്റ് ഐഡിയോളജി പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഒരു സംഭവമാണ് ഇവിടെ നടക്കുന്നത്. അദ്ദേഹം തന്നെ ഏറ്റവും അവസാനമായിട്ട് എഴുതിയ ഒരു ലേഖനം ഉണ്ടല്ലോ, എന്തൊരു ഈ പോസ്റ്റ് ഐഡിയോളജിയെ കുറിച്ച് തന്നെയാണ് അദ്ദേഹം എഴുതിയത്. അദ്ദേഹം എഴുതിയ ലേഖനത്തിൽ ഈ പ്രധാനമന്ത്രി ഏറ്റവും മികച്ച പ്രധാനമന്ത്രിയാണെന്നും അദ്ദേഹം ചെയ്യുന്ന എല്ലാ നല്ല കാര്യങ്ങൾക്കും നമ്മൾ കൂട്ടുനിൽക്കണമെന്നും അദ്ദേഹത്തിന് വിമർശനം മാത്രമാകരുത് കാര്യം എന്നൊക്കെ അദ്ദേഹം വളരെ വിശാലമായിട്ട് ശ്രീ ശശി തരൂർ പറയുന്നുണ്ട്. അപ്പൊ ഈ ശശി തരൂർ ഇതെല്ലാം പറയുന്ന ഒരു അതിന്റെ ആ തലത്തിൽ തന്നെ നമ്മളെടുത്ത് നോക്കിയാൽ ഇത്രയും വലിയൊരു വിദേശ ഡെലിഗേഷൻ, അതായത് കോൾഡ് വാർ കാലത്ത് ഇന്ത്യയുടെ ഏറ്റവും വലിയ സഹായിയായിരുന്ന, ഇന്ത്യയുടെ ഏറ്റവും വലിയ രക്ഷാകവചമായിരുന്ന റഷ്യയുടെ ഇന്നത്തെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ ഇന്നത്തെ പ്രസിഡന്റ് ഇന്ത്യയിലേക്ക് വരുന്നു. അദ്ദേഹത്തിനെ സ്വീകരിക്കുന്ന ഒരു ചടങ്ങിൽ, അദ്ദേഹത്തിന് വിരുന്ന് കൊടുക്കുന്ന ഒരു ചടങ്ങിൽ ഈ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കണം എന്ന കീഴ്വഴക്കം, എന്ന നിലനിൽക്കുന്ന കീഴ്വഴക്കം, സാമാന്യ മര്യാദ പോലും ലംഘിച്ച് ജനാധിപത്യത്തിന്റെ ഒരു കീഴ്വഴക്കങ്ങളെയൊക്കെ ലംഘിക്കുന്ന ഒരു സംവിധാനത്തോട് സമരസപ്പെട്ടു പോകാനാണ് ശശി തരൂർ ആവശ്യപ്പെടുന്നത്. അപ്പൊ അതിനകത്തൊരു വലിയ വൈരുദ്ധ്യമുണ്ട്. എന്നിട്ട് അതേ വിരുദിൽ തരൂര് പങ്കെടുക്കുന്നുണ്ട്. അപ്പൊ തരൂര് താൻ കോൺഗ്രസിന്റെ രാഷ്ട്രീയത്തിൽ അതീതനാണ് എന്ന് ചിന്തിക്കുന്നതിന്റെ ഒരു വലിയ പ്രശ്നമാണ്. തരൂർ എനിക്ക് തോന്നുന്നു സ്വയം തരൂർ മഹാനായ മനുഷ്യനാണ്. തരൂര് ഒരുപാട് വലിയ സ്ഥാനങ്ങളിൽ എത്തേണ്ട ഒരാളാണ്. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നത് കഴിഞ്ഞ ഈ പറഞ്ഞ ഇന്ത്യൻ വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ തരൂർ സംയുക്ത സ്ഥാനാർത്ഥിയായിട്ട് വരണമെന്നായിരുന്നു. കാരണം
തരൂരിന് കഴിഞ്ഞ ഒരുപക്ഷെ കഴിഞ്ഞ 3 ടേമായിട്ട് തരൂരിന്റെ ഗുണങ്ങൾ അല്ലെങ്കിൽ തരൂരിന്റെ കഴിവുകൾ വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. കാരണം തരൂർ പ്രതിപക്ഷത്തായതുകൊണ്ട്. അപ്പം തരൂരിനെ ഗവൺമെന്റിന്റെ ഭാഗമാക്കുന്നതിനകത്തുള്ള ഏറ്റവും നല്ല ഒരു പ്രോസസ്സ് തന്നെയായിരുന്നു ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക്. കാരണം ഇന്ത്യയെ ഇപ്പൊ വിദേശത്തെല്ലാം റെപ്രസെന്റ് ചെയ്യുന്നത് ശ്രീ നരേന്ദ്രമോദിയാണ്. അതിന് പകരം ഒരു ഇത്രയും എന്താ പറയുന്നത് ഗ്രാഹ്യമുള്ള അല്ലെങ്കിൽ ഇത്രയും അറിവുള്ള അല്ലെങ്കിൽ ഇത്രയും വിദേശ ബന്ധങ്ങളുള്ള ശശി തരൂരിനെ പോലൊരാൾ ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റായിട്ട് വന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ കുറെ കൂടി രാജ്യാന്തര തലത്തിൽ ഇന്ത്യക്ക് ശക്തി ഉണ്ടാകുമായിരുന്നു. പക്ഷേ ഈ ശശി തരൂരിനെ ഇത്രയേറെ പ്രോത്സാഹിപ്പിക്കുന്ന BJP എന്തുകൊണ്ടാണ് അത്തരമൊരു നീക്കം നടത്താതിരുന്നത്? നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിന്റെ പൊളിറ്റിക്സ് ആണ്. ഇതിനകത്ത് കൃത്യമായ പൊളിറ്റിക്സ് ഉണ്ട്. അല്ല ഇതൊരു നിഷ്കളങ്കമായ സംഭവമോ തരൂരിന്റെ സംഭാവനകളെ അതിഭയങ്കരമായിട്ട് ഞങ്ങൾ ആരാധിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിന് അവസരം കൊടുക്കുന്നു എന്ന നിലയിലുള്ള സംഭവമൊന്നുമല്ല. തരൂരിന്റെ കഴിവുകളെ കുറിച്ച് BJPക്ക് കൃത്യമായ ബോധ്യമുണ്ട്. തരൂരിന്റെ കേപ്പബിലിറ്റിയെ പറ്റി അറിവുണ്ട്. അത് വേണ്ട വിധത്തിൽ ഉപയോഗിക്കാനുള്ള സ്കോപ്പും അവർക്കുണ്ട്. പക്ഷേ അത് ചെയ്യുന്നതിന് പകരം തരൂരിനെ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുകയാണ് BJP ചെയ്യുന്നത്. തരൂരും ചെയ്യുന്നത് തന്നെയാണ്, രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുകയാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കഴിഞ്ഞ തരൂരിനെ കോൺഗ്രസ് ആദ്യത്തെ തവണ MP ആക്കി, അത്തവണ തന്നെ കേന്ദ്രമന്ത്രിയാക്കി. താങ്കൾ ഉദ്ദേശിച്ച് കോൺഗ്രസിൽ നിൽക്കുന്ന തരൂരിനെയാണ് BJPക്ക് ആവശ്യം, അങ്ങനെയാണോ? അതെ. അല്ല, തരൂർ എന്ന വ്യക്തിയുടെ കഴിവല്ല ആവശ്യം. തരൂർ എന്ന വ്യക്തിയുടെ കേപ്പബിലിറ്റിയോ കപ്പാസിറ്റിയോ അദ്ദേഹത്തിന്റെ രാജ്യാന്തര ബന്ധങ്ങളോ നയതന്ത്രത്തിൽ അദ്ദേഹത്തിന്റെ മിടുക്കോ അല്ല BJPക്ക് ആവശ്യം. മറിച്ച് ഇത് അവരെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെ അടിക്കാനുള്ള മറ്റൊരു വഴിയാണ്. അതായത് ഏത് കാര്യവും തരൂരിനെ ഏത് വിഷയത്തിലേക്കും ക്ഷണിക്കുമ്പോഴും ഇത് മുഴച്ചു നിൽക്കുന്നുണ്ട്. കാരണം കോൺഗ്രസിലെ ഏതെങ്കിലും രീതിയിലുള്ള അനൈക്യം ഇതുമൂലം ഉണ്ടാകണം, അല്ലേ? ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ കോൺഗ്രസിനുള്ളിൽ ഉണ്ടാകണം. അതെ, അതിന്റെ തരൂരിനെ രക്തസാക്ഷിയാക്കി മാറ്റണം. തരൂരിനെ രക്തസാക്ഷിയാക്കിയിട്ട് കോൺഗ്രസ് ഈ പറഞ്ഞതുപോലെ എന്താ പറയുന്നത് കഴിവുള്ളവരെ പുറത്താക്കുകയാണ് എന്നൊരു ഇമേജ് സൃഷ്ടിക്കണം. പക്ഷേ ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ ഇത്തവണ എന്തായാലും കോൺഗ്രസ് അതിൽ വീഴുന്നില്ല. കോൺഗ്രസ് അല്പം ബുദ്ധി കാണിക്കുന്നുണ്ട്, രാഷ്ട്രീയ ബുദ്ധി കാണിക്കുന്നുണ്ടെന്ന് പറയാതെ വയ്യ. കാരണം തരൂരിന്റെ ഈ പറഞ്ഞ കയ്യാലപ്പുറത്ത് തന്നെ ഇരുന്നോട്ടെ എന്ന് തീരുമാനിച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോകുന്നുണ്ട്. അതെ അതെ. ശരി, ശ്രീ ഷാഹു പ്രസാദ്, ഇക്കാര്യത്തിൽ സിബിയുടെ അഭിപ്രായത്തോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? ഇങ്ങനെയുള്ള ഒരു തന്ത്രപരമായ സമീപനമാണ് BJP സ്വീകരിക്കുന്നത്. അതായത് കോൺഗ്രസിൽ നിന്ന് പരമാവധി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന തരൂരിനെയാണ് BJPക്ക് ആവശ്യം, അല്ലാതെ തരൂരിന്റെ നയതന്ത്ര കഴിവിനെ അല്ല, അദ്ദേഹത്തിന്റെ ഡിപ്ലോമസിയെ അല്ല. നോക്കൂ, ഈ രാഷ്ട്രീയപരമായ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ BJP അങ്ങനെയുള്ള തന്ത്രപരമായ തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. നോക്കൂ, ഇപ്പൊ അല്ലാതെ ഇപ്പം ഒരു കഴിവുകൾ ഉപയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യമുണ്ട്. ഇപ്പൊ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഈ വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കാനായിട്ട് തെരഞ്ഞെടുത്തവരുടെ ലിസ്റ്റ് നിങ്ങൾ നോക്കൂ, അഭിലാഷ നോക്കൂ. അത് ജോൺ ബ്രിട്ടാസ് ഉണ്ട്, അസാവുദ്ദീൻ ഒവൈസി ഉണ്ട്, ശശി തരൂരുണ്ട്, എല്ലാ പാർട്ടികളിൽ നിന്നുള്ള ആൾക്കാരുണ്ട്. അന്നും ഈ കോൺഗ്രസ് കിടന്ന് ഒച്ചയും വിളിയും ബഹളവും ഒക്കെ ഇവിടെ ഉണ്ടാക്കി. പിന്നെ വേറൊരു കാര്യം, ഇനി ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, എത്ര രാഷ്ട്രത്തലവന്മാർ ഇന്ത്യയിൽ വന്നിട്ടുണ്ട്, എത്രയോ പേര് വന്നിട്ടുണ്ട്. അന്നൊന്നും ഈ രാഹുൽ ഗാന്ധിയെ വിളിച്ചിട്ടില്ലല്ലോ, അന്നൊന്നും ഇവർക്ക് വിഷമമൊന്നും ഇല്ലായിരുന്നല്ലോ. ഇപ്പൊ മാത്രം വിഷമം ഉണ്ടായതിന്റെ കാര്യം എന്താന്നുള്ളത് മനസ്സിലായോ? ഈ ചീഫ് ജസ്റ്റിസിന്റെ സ്ഥാനാരോഹണ ചടങ്ങ്, അതേപോലെ ഇൻഡിപെൻഡൻസ് ഡേ, ഇതൊക്കെ ബഹിഷ്കരിച്ചതുപോലെ ഇതും അങ്ങോട്ട് ബഹിഷ്കരിച്ചു കഴിഞ്ഞാൽ അത് അന്താരാഷ്ട്ര തലത്തിൽ ഒരു വലിയ വാർത്തയാകും. പുട്ടിന്റെ സന്ദർശനത്തിന്റെ ആ സന്ദർശനത്തിന്റെ ആ ഒരു ഖ്യാതി അല്ലെങ്കിൽ അതിന്റെ ആ ഒരു നിറം കെടുത്തുന്ന രീതിയിൽ ഇത് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വാർത്തയാക്കാൻ കഴിയുമായിരുന്നവർക്ക് അതിനുള്ള അവസരം നിഷേധിക്കപ്പെട്ടതിന്റെ ആ കൊതിക്കറിവാണ്, ആ ഒരു വിഷമമാണ് ഇവർ തീർത്തത്. ഇതിനു മുൻപ് എത്രയോ രാഷ്ട്രത്തലവന്മാർ ഇന്ത്യയിൽ വന്നിട്ടുണ്ട്, അന്നൊന്നും ഇല്ലായിരുന്നല്ലോ, ഇവർക്ക് ഈ വിഷമമില്ലായിരുന്നല്ലോ. കഴിഞ്ഞ 10-12 വർഷത്തിനിടയിൽ ആദ്യമായിട്ടാണോ ഒരു രാഷ്ട്രത്തലവൻ ഇന്ത്യയിൽ വരുന്നത്? ഇന്ന് വരെ ഇവർ ഈ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇങ്ങനത്തെ ബുദ്ധിമുട്ട് ഉണ്ടാക്കിയിട്ടുണ്ടോ? ഈ പറഞ്ഞതുപോലെ എനിക്ക് മുമ്പ് പറഞ്ഞ ആള് പോലെ ജനാധിപത്യ അവകാശം ഉപയോഗിച്ചുകൊണ്ട് പുട്ടിന് കൊടുക്കുന്ന രാഷ്ട്രപതി കൊടുക്കുന്ന അത്താഴവിൽ ഇന്ന് ഇവരങ്ങ് ബഹിഷ്കരിച്ചു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ, അത് സംഭവിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ അതാകുമായിരുന്നു ഇന്നത്തെ വാർത്ത. പക്ഷേ രാഹുൽ ഗാന്ധിക്ക് അവസരം കൊടുത്തിട്ടുണ്ട് കേട്ടോ. അദ്ദേഹം പ്രതിപക്ഷ നേതാവായതിനു ശേഷം 4 തവണ 4 രാഷ്ട്രത്തലവന്മാർ വന്ന സമയത്ത് അവരെ കാണുവാനുള്ള അനുവാദം കൊടുത്തിട്ടുണ്ട്, അവരുമായിട്ട് സംസാരിച്ചിട്ടുമുണ്ട്. അതല്ലല്ലോ ചോദിച്ചത്. ഇവർക്ക് ഈ അത്താഴ വിരുന്ന് ബഹിഷ്കരിക്കാനുള്ള അവസരമാണല്ലോ നിഷേധിക്കപ്പെട്ടത്.
ഇനിയല്ല ഞങ്ങൾക്ക് ബഹിഷ്കരിക്കാനുള്ള അവസരമാണ്. പങ്കെടുക്കുവാനുള്ള അവസരമല്ലേ നഷ്ടപ്പെടുത്തിയത്? പങ്കെടുക്കുവാനുള്ള അവസരമല്ലേ നഷ്ടപ്പെടുത്തിയത്? ബഹിഷ്കരിക്കാനുള്ള അവസരം നിഷേധിക്കപ്പെട്ടു. ആ ബഹിഷ്കരിക്കാനുള്ള അവസരം നിഷേധിക്കപ്പെട്ടതാണ് ഇവരുടെ പ്രശ്നം. അല്ലാതെ ഇപ്പം ഇവരുമായിട്ട് സംസാരിക്കണം, 1-to-1 മീറ്റിംഗ് വേണം, അതിന് ആഗ്രഹമുണ്ട് എന്നിവർ ചോദിച്ചിട്ടില്ല, അവസരം ചോദിച്ചിട്ടുമില്ല. അതാണ് ഇവിടുത്തെ പ്രശ്നം. അങ്ങനെ സംഭവിച്ചിരുന്നുവെങ്കിൽ, അതായത് ഈ പുട്ടിന്റെ സന്ദർശനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് രാഷ്ട്രപതിയുടെ അത്താഴ വിരുന്ന്. ആ അത്താഴ വിരുന്ന് ഇവർ ബഹിഷ്കരിച്ചിരുന്നെങ്കിൽ മഞ്ജുഷ ഇന്നത്തെ നിങ്ങളുടെ ചർച്ച ആകുമായിരുന്നില്ല. വളരെ ഹൈപ്പോത്തറ്റിക്കലായ ഒരു സിറ്റുവേഷൻ വെച്ചിട്ടാണ് ഈ പറയുന്നത്.